ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കാരണം ദുബായിൻ്റെ 50 ഡിഗ്രി ചൂട് നിന്ന് 20-22 ഡിഗ്രി ചൂടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടാണെന്ന് വിചാരിച്ച് പോകും. കാരണം അങ്ങനത്തെ പ്രകൃതിയാണ്. വാഴത്തോപ്പുകളും തെങ്ങ്, എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ തെങ്ങാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനുള്ളത് സലാലയിലാണുള്ളത്. കേരള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കാര്യമായിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് നാസ്തയെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് നേരിട്ട് വന്നതല്ല കേട്ടോ. ഒമാനിൽ ഒരു 4-5 ദിവസം നിന്നതിന് ശേഷമാണ് ഞാൻ സലാലയിലേക്ക് വന്നത്. 10 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പ്രകൃതിയെല്ലാം കണ്ടപ്പം ആകെ എന്തായി, നമ്മൾ ഫുൾ ഹാപ്പിയായി. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നൊരു സ്ഥലമാണ് ഐൻ ജർജീസ് എന്നുള്ള സ്ഥലം. ഇവിടെ ഐൻ എന്ന് കേൾക്കുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളച്ചാട്ടമാണ്. പക്ഷേങ്കിൽ ഇവിടെ ഞങ്ങൾ വന്ന സമയം കുറച്ചൊരു മോശമാണ്. കാരണം മഴ അങ്ങനെ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം കുറവാണ്. ഇവിടെ ഇപ്പോൾ തീരെ വെള്ളമൊന്നും കാണുന്നില്ല. വെള്ളം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാകും. ആ മലേൻ്റെ മുകളിലൂട്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷേങ്കിൽ പ്രകൃതി ഭംഗി നമുക്ക് പറയാനേ വേണ്ട. ദുബൈയിൽ നമുക്ക് ഇങ്ങനെയൊന്നും കാണാറേ ഇല്ല. സത്യത്തിൽ ദുബൈയിലത്തെ ചൂട് നമ്മളിവിടെ എത്തിയപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ നാട് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ദോഫാർ എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നേരെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് തിരിച്ചു. കാരണം 2 ദിവസമല്ലേ ഉള്ളൂ. പരമാവധി നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണണം. കണ്ട കോട മഞ്ഞ് വരുന്നത്. നമ്മളിവിടെ രാവിലെ 11 മണി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ ആ സമയത്ത് തന്നെ ചില ഭാഗങ്ങളിൽ നല്ല മഞ്ഞ് മൂടിയിട്ടാണ് ഉണ്ടായിരിക്കുക. നമ്മളിപ്പം പോകാൻ പോകുന്നത് അയ്യൂബ് നബീൻ്റെ ഖബർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മൾ ഖുർആനിൽ പറഞ്ഞ നബിമാരെ ഖബർ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെരമാൻ പെരുമാളിൻ്റെ കണ്ടിട്ടുണ്ടേനും. പക്ഷെ അത് സലാലയിലാന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. ഈ ഒരു വഴിയിലൂടെയാണ് അയ്യൂബ് നബീൻ്റെ ഖബറിലടുത്ത് നമുക്ക് പോകാൻ പറ്റുക. ഇങ്ങോട്ട് കാര്യം തന്നെ നല്ല കോടമഞ്ഞാണ്. പിന്നെ ചെറുങ്ങനൊരു ചാറ്റൽ മഴയും ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് പോയി കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യൂബ് നബീൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് അള്ള പറഞ്ഞ ഒരു കുളമുണ്ട്. അയ്യൂബ് നബി കാല് ചവിട്ടിയപ്പോൾ ഒരു കുളം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൽ കുളിച്ചിട്ടാണ് അയ്യൂബ് നബീൻ്റെ രോഗം മാറിയത്. ആ ഒരു കുളമാണിത്. ശരിക്കും പറഞ്ഞാൽ നല്ല തെളിച്ചുള്ള വെള്ളമാണിത്. മറ്റുള്ളിടത്തെല്ലാം വെള്ളച്ചാട്ടത്തിലെല്ലാം വെള്ളം കുറവാണെങ്കിലും ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് ഇവിടെ. കുറച്ച് നേരം അവിടെ നിന്ന് മക്കളെല്ലാം വെള്ളത്തിലെല്ലാം ഇറങ്ങി അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാച്ചുറലായിട്ടുള്ള മാങ്ങ, പേരക്ക ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ മക്കൾസ് തുടങ്ങി. അവർക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് അടുത്ത സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പം ചേരമാൻ പെരുമാളുടെ ഖബർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഹുദ് നബിയോ അല്ലെങ്കിൽ അയ്യൂബ് നബീൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ അത് കാണാൻ പറ്റി. പിന്നെ നമ്മൾ മക്ക, മദീന എല്ലാം നമ്മളെന്തായാലും ഉംറക്ക് പോവുകയെല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ ഞാൻ എത്തിപ്പെടുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ അടുത്ത സ്ഥലമാണ് വാദി ദർബാത്ത് എന്നുള്ള സ്ഥലം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി കൊണ്ട് നിറഞ്ഞൊരു തടാകവും പിന്നെ അപ്പുറത്ത് വേറെ പാർക്കുണ്ട് ദർബാത്തിൻ്റെ. പിന്നെ വേറെ സ്വാൻ ലേക്ക് അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കടന്നത്. ബോട്ട് നമ്മൾ മോട്ടോർ ബോട്ടാണ് നമ്മൾ 5 റിയാൽ, 7 റിയാൽ, 8 റിയാലാണ് വരുന്നത്. ദുബൈത്തതാണെങ്കിൽ ഒരു 0 കൂട്ടിയാൽ മതി. 50 ദിർഹംസ്, 70 ദിർഹംസ്, 80 ദിർഹംസ്. നമ്മൾ 7 റിയാലിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ ദുബായിത്തെ 1 ദിർഹംസ് 22 അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തി വെക്കുമ്പോൾ നമുക്കിങ്ങനെ പൈസേൻ്റെ മൂല്യം ഇങ്ങനെ വ്യത്യാസം വരും. നമ്മൾ 2 റൗണ്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഡക്കുകളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിന്നാണ് തോന്നുന്നു വന്നത്. അവിടെ ബോർഡറാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു തടാകം ഉള്ളത്. ഇതാ ഇപ്പം പോകുന്ന ഈ വലിയ ബോട്ടിൽ ഇതിനാണ് 80 ദിർഹംസ്. നമ്മളെടുത്തത് ആ നടുവിലുള്ളതാണ്. അതിനാണ് 70 ദിർഹംസ്. പിന്നെ ഉള്ളത് ചെറിയ ബോട്ട്, അതിന് 5 ദിർഹംസ്. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടില്ല. നല്ലൊരു തണുത്ത ഒരു കാറ്റും ഇങ്ങനെയെല്ലാം വരുന്നതുകൊണ്ട് നല്ല സുഖമുണ്ട്. എനിക്കിങ്ങനെ വെള്ളത്തിലെല്ലാം ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ഹസ്ബൻഡിനും മോനിക്കും അറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനിങ്ങനെ കുറേ നോക്കി നിൽക്കുന്നുണ്ട് ഇവർക്ക് ഈ തിരിക്കുന്നതെല്ലാം അറിയാവുന്നുള്ളത്. പിന്നെ എനിക്ക് ധൈര്യം വന്ന് ശരിക്കും വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. പിന്നെ വീഡിയോയും ഫോട്ടോസെല്ലാം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നടുവിലെല്ലാം കുറച്ച് ഇതിനെ കൊണ്ടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കവാടാണിത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങ് പോകുന്നത്
അവിടുന്ന് പോകുന്ന അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും നോക്കിക്കില്ല, കണ്ണ് നമ്മൾ പൊത്തിയിട്ടിങ്ങ് പോകുന്നത്. ഈ ഒരു മല പോലത്തെ സ്ഥലം കാണുന്നില്ലേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മൂന്നാർ ഊട്ടിയിലെല്ലാം പോയ പോലെ ഇല്ലേ, എനിക്കതുപോലെ ഇടയ്ക്ക് തോന്നും. ചില സ്ഥലത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ നാട്ടും പുറമെല്ലാം കാണുമ്പോൾ തോന്നിപ്പോവും കേട്ടാ. പിന്നെ നേരെ ആ പാർക്ക് കയറിയിട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോവും. ഇപ്പം തന്നെ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്, നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ എന്തോ പോലെയാണ്. ചിക്കനും ബീഫെല്ലാം കല്ലിൽ ചുട്ടിട്ടാണ് അവരെടുക്കുന്നത്. ഞാൻ വിചാരിക്കും ഇതെല്ലാം വേവോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ കഴിച്ചു നോക്കാം, നല്ല വിശപ്പുണ്ട്, മക്കൾസിനെല്ലാം നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ചോറിന് റേറ്റ് എല്ലാം ചോദിച്ച് ഈ ഒരു ചോറിന് ഈ ഒരു പ്ലേറ്റ് മൊത്തം 1 റിയാലാണ്, അതായത് ദുബൈത്തെ 10 ദിറംസ്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കന് വേണമെങ്കിൽ ചിക്കന് ടോട്ടൽ എനിക്ക് തോന്നുന്നത് 30 ദിറംസോ 25 ദിറംസായിട്ടാണ് ആയത്. നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ ഇന്ത്യൻസാന്ന് തോന്നുന്നു, കാരണം നല്ല കുറച്ച് സ്പൈസി ആയിട്ടെല്ലാം ഉള്ളത്. കാരണം ഇവിടെയുള്ള അറബ്സ് എല്ലാം ആണെങ്കിൽ അധികം എരിവും ഉപ്പും അങ്ങനത്തെ ഒരു ടൈപ്പെല്ലാം ഉണ്ടാവുക, ഈ ഒലീവ് നെയ്യിലെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ഇന്ത്യൻ മിക്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണണം, ഈ ഒരു സ്ഥലത്താണ് ഇരുന്നത്. അപ്പോൾ അത്രയും ഒരു നല്ലൊരു രസമുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇത് നമ്മൾ വാദി ദർബാർന്നും വരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ എക്സിറ്റ് ആകുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ കുട്ടികൾ പോപ്കോൺ വേണപ്പം പോപ്കോൺ വാങ്ങിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ വന്നുകൊണ്ടിരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കണ്ടത്, റോഡിൽ നിറച്ച് ഒട്ടകങ്ങൾ. ഞാൻ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്, അതും പശുക്കൾ, കഴുതകൾ എല്ലാം ഞാൻ ഈ സെലാലയിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു പോർട്ട് ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇത് മീനെല്ലാം പിടിക്കുന്ന ഒരു പോർട്ടാണെന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് നേരം നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് വയ്യൊന്ന് മാറിപ്പോയതാണ്. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്ക് കണ്ട്, കുട്ടികൾ പിന്നെ പാർക്ക് കണ്ടപ്പോൾ അവിടെ നിന്ന് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. നല്ലൊരു കാറ്റുണ്ട്, നല്ലൊരു തണുത്ത കാറ്റ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നിന്നു. നല്ല രസമുണ്ടേനും, കാരണം കാലാവസ്ഥ അങ്ങനെ ഒരു കാലാവസ്ഥയാണ്, ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ. പിന്നെ തൊട്ടപ്പുറത്തെ ഒരു ബീച്ചുണ്ട്, ഇതായിരിക്കെങ്കിലും അറിയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ. ഇവിടെ സെലാലയിൽ ഉള്ള ആർക്കെങ്കിലും ഇതറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, കാരണം എനിക്ക് അറിഞ്ഞൂടാ. രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു ഷിപ്പെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൂട്ട് മാപ്പിലൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പഴയ ഒരു കെട്ടിടം, ഒരു ഗ്രാമം തന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. ഇതെന്താ സംഭവം എന്ന് തിരിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മൾ നടന്നിട്ടുണ്ട്, ശരിക്കും ഒരു ഗ്രാമത്തിലൂടെ പോകുന്നത്. പക്ഷേ ആൾതാമസമൊന്നുമില്ല, റോഡുണ്ട്, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഉള്ളത്. അതിൻ്റെ വേറൊരു സൈഡിൽ ചെറിയൊരു ഗ്രോസറി പോലത്തെ കണ്ടിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കില്ല. ഇതെന്താണ്, ഇവിടെ ആദ്യമുള്ള ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ചെറിയൊരു ഗ്രോസറി ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ മുന്നിലൊരു വലിയ കവാടുണ്ട്, എന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുന്നത്തെ ഇവിടുത്തെ ഒമാനികൾ, അതായത് അറബ്സ് താമസിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിലത്തേക്കാണ് പോയത്. കാരണം ഇന്നത്തെ കഴിഞ്ഞ് സെലാലയിലുള്ള കേരള ഹോട്ടലിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. നമുക്ക് പിറ്റേന്നും അങ്ങനെ തന്നെയാണ് കഴിച്ചത്. അതുപോലെ തന്നെ മംഗല്യ ഹോട്ടൽ, എനിക്ക് രണ്ടും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ മാറി മാറിയിട്ടാണ് അവിടെ നിന്ന് തന്നെ കഴിച്ചത്. അവിടെ നിന്ന് നമ്മളെ പൊറാട്ട, നമ്മളെ നാടൻ ഫുഡ് തന്നെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്നൊരു വഴി നിങ്ങൾ കാണുന്നില്ലേ, ഇത് ശരിക്ക് നമ്മളെ നാട്ടും പുറം പോലെ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ നാട്ടിലത്തെ എല്ലാം പോലെ എനിക്ക് തോന്നുന്നത് ഏതോ നമ്മളെ പണ്ടത്തെ സ്കൂളെല്ലാം പോകുന്ന സമയത്തുള്ള ഇടവഴി പോലെ തോന്നി. ഇപ്പോൾ ഈ ഇടവഴി നമ്മളെ നാട്ടിൽ കാണുന്നില്ല, പക്ഷേ ഇവിടെ സെലാലയിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരമാ പെരുമാളിൻ്റെ ഖബറുള്ള സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വായത്തോപ്പ്, തെങ്ങ്, ആ ഒരു വലിയൊരു വേപ്പ് മരയില്ലേ അതിൻ്റെ ചുവട്ടിലാണ് ഉള്ളത്. ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും പിന്നെ എനിക്ക് എടുക്കാൻ തോന്നിയിട്ടില്ല, കാരണം ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. പിന്നെ നേരെ നമ്മൾ തിരിച്ച് ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തായിട്ട് നമ്മളിവിടെ സലാലയിൽ തന്നെ എത്തിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതെത്തുന്നത് ഇമ്രാൻ നബീൻ്റെ ഖബർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാ കാണുന്നില്ല നിങ്ങളൊരു ബോർഡ്, ഈ ഒരു ഭാഗത്താണുള്ളത്. ഏറ്റവും നീളം കൂടിയ ഒരു ഖബറാന്നാണ് പറയുന്നത്. 30 മീറ്റർ എന്നാണ് ഇവിടെ പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ പറഞ്ഞിരുന്ന ഒരാളുണ്ട്, ഓറങ്ങനെയാണ് പറഞ്ഞത് നീളം കൂടി വരുന്നത്. അടുത്തത് സ്വാലിഹി നബീൻ്റോട് ആ കാലത്തുള്ള ജനങ്ങൾ പാറ
പിളർത്തിയിട്ട് ഒട്ടകത്തെ പ്രത്യക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഒട്ടകത്തിൻ്റെ കാൽപ്പാടിത അതാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇതെല്ലാം എല്ലാത്തിനും കൂടിയിട്ട് ദോഫാർ സലാല ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ റൂട്ട് മാപ്പ് വെച്ചിട്ടാണ് വന്നത്. നമ്മളവിടെ കുറച്ച് നേരം നിന്നു. എനിക്ക് തോന്നുന്നത് എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്തിട്ട് നല്ല പച്ചപ്പിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ മൂന്നാറിലെല്ലാം എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് ഐൻ തബറൂക്കിലാണ്. ഇവിടെയും വെള്ളമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഫുള്ള് ശരിക്കും പറഞ്ഞാൽ മല വേറെ തന്നെ ഒരു ഡെക്കറേഷനിലാണ് ഉള്ളത്. വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും വരുമ്പം കാണാം. ബൈ ബൈ. ഇനി ഫുള്ള് ഒരു പച്ചപ്പിലൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് വേറൊരു സ്ഥലത്തേക്ക്. ഐൻ തബറൂക്കിൽ നിന്ന് കുറച്ച് പോയാൽ തന്നെ ഐൻ അത്തൂം എന്നുള്ള ഒരു വെള്ളച്ചാട്ടമുള്ള സ്ഥലമുണ്ട്. ഇവിടെയും അറിയല്ല വെള്ളം ഉണ്ടോ ഇല്ലയോ ഒന്നും. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കൂല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്ക് അടുത്ത സ്ഥലം ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ നമ്മളെ നാട് കണ്ട ഒരു ഫീലിങ്സും കൂടിയും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും വെള്ളമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് ഒന്ന് കറങ്ങി റൗണ്ടെല്ലാം അടിച്ച് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് പോവാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ എല്ലാം നടക്കുമ്പോൾ ഒരു ഇണുങ്ങുണ്ട്, ചെറിയൊരു ഇണുങ്ങ് വരും. അതിന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഓയിൻമെൻറ്റ് വാങ്ങിയിട്ട് മേത്ത് പുരട്ടിക്കോളാൻ. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല. അതുമാത്രമല്ല വണ്ടീൻ്റെ ഡോറ് തുറന്നു വെച്ചിട്ടേനുള്ളത്. അപ്പോൾ ഉള്ളിൽ കാരി നമ്മളെ നാട്ടിലുണ്ടാകുന്ന പോലെ, പക്ഷേ എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. ചിലർക്ക് അതൊരു ചൊറിച്ചിൽ പോലെയെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് നേരം ചൊറിഞ്ഞ് പിന്നെ ബാക്കി കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് വീണ്ടും ഒട്ടകങ്ങൾ, നേരിട്ട് ഒട്ടകത്തെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടത്തേക്ക് ഇറങ്ങി. രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനടുത്ത് നല്ലൊരു കാണുമ്പോൾ. ഇത്രയൊന്നുമല്ല, കുറേ ഉണ്ട്, അപ്പുറത്തെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് വളർത്തുന്ന ഞാൻ തോന്നുന്നത് ഇതിൻ്റെ ഒരാളുണ്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ആക്കുന്നില്ല, പാവാണ്. ഇപ്പം മനസ്സിലായി ഒട്ടകം പാവാന്ന്. ഞാൻ ഇതിൻ്റെ മുഖമെല്ലാം മൂടിയിട്ടാണ് ഞാൻ ദുബായിൽ നിന്നെല്ലാം കണ്ടത്. അപ്പോൾ എനിക്ക് പേടി ഇതിൻ്റെ അടുത്തെല്ലാം നിന്ന് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളർത്തുന്നതുകൊണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. ഇതിന് റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒട്ടകത്തെ കണ്ടിട്ട് മതിയായി എന്ന് പറയും. ദുബായിൽ നിന്ന് ഒട്ടകത്തിനെ കാണണമെങ്കിൽ നമ്മൾ ഫുജൈറ റാസൽ കൈമേലെ റൂട്ട് പോകുമ്പോഴാണ് നമ്മൾ കാണൽ. അപ്പം തന്നെ മക്കളെല്ലാം ഒട്ടകം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ട് തന്നെ മതിയായി. പിന്നെയും നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പച്ചപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു പള്ളിയും ഇതെല്ലാം കാണുന്നുണ്ട്. ചെറിയൊരു മാർക്കറ്റ് കാണുന്നുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഇന്നലെ പോകാൻ ഇറങ്ങിയ ഒരു മലേൻ്റെ അടുത്തേക്കാണ്. ജബൽ സമാൻ എന്ന് പറയുന്ന ഒരു മല കാണാനാണ് പോകുന്നത്. ഭയങ്കര രസമാണെന്നാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. വീണ്ടും പശുക്കളുണ്ട് കേട്ടോ. അവിടെ ഒരു കാറിനെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് അയാൾ നമ്മളെ രക്ഷിച്ചെന്ന്, പക്ഷേ അയാൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. വീണ്ടും കുറേ ഒട്ടകങ്ങൾ. ബൈ ബൈ ഒട്ടകങ്ങളെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടത്തേക്ക് എത്തുന്നുണ്ട്. കുറേ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ വരാത്തത് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം. കാരണം നല്ല കോട മഞ്ഞുണ്ട്, കുറേ ഉണ്ട്. എനിക്ക് പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഇവിടുത്തെ വ്യൂ കാണാനാണ് ഭയങ്കര രസമുള്ളത്. താഴത്തെ ചില സ്ഥലത്തുള്ള പച്ചപ്പ് ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് വ്യൂ കാണാൻ. നമ്മൾ ദുബൈയിലുള്ള ജബൽ ജയ്സ്, ജബൽ അല്ലയിലുള്ള ഒരു മലയിൽ അതെല്ലാം കാണും പോലെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം നമുക്കിങ്ങനെ നടന്നു പോകാം. മോൻ പറഞ്ഞ് അമ്മന്ന് പേര് എഴുതിയിട്ടുണ്ട് ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന്. അത് നമുക്കിങ്ങനെ കാണിച്ചു തന്ന്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കേരളം എഴുതിയിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ വേറെ എന്തെല്ലോ എഴുതി കാണുന്നുണ്ട്. ആരെല്ലോ എഴുതി വെക്കുന്നതായിരിക്കും അത്. പിന്നെ അവിടെ നിന്നെല്ലാം ഇങ്ങനെ ചുറ്റി അടിച്ച് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 23, 24 ഡിഗ്രിയാണ്. കോടയുള്ള സ്ഥലത്തെല്ലാം 20. അതാ ഡോങ്കി കഴുതാന്ന് പറയുന്നില്ല. പിന്നെ പശുക്കൾ ഇതെല്ലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കണ്ട് മടുത്തിപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ പോയ അതേ സ്ഥലത്താണ് എത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പോയ വാദി ദർബാത്തിൻ്റെയും ജബൽ സമഹാൻ്റെയും ഇടയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ് തന്നെയാണ് കഴിച്ചത്. വൈകുന്നേരം തന്നെ ലേറ്റായിട്ട് കഴിച്ച്. നമ്മൾ അടുത്തത് കുറേ ഓഫ് റോഡിലൂടെ തന്നെ പോയി. നമ്മൾ അറിഞ്ഞിട്ടില്ല ഓഫ് റോഡിലൂടെയാണ് പോകുന്നതെന്ന്. റൂട്ട് മാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. കുറച്ച് വണ്ടികളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയും ഇതും ഒരു ഐ എന്ന് പറഞ്ഞ സ്ഥലം
സ്ഥലത്താണ്. ഐൻ ഖോർ എന്നുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിവിടെ വന്നത്. ഇവിടെയും നിരാശയാണ് മക്കളെ, ഫലം ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഇതുപോലെ കുറേ നല്ല നല്ല മലകളും ഇതെല്ലാം ഉണ്ട്. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ മലേൻ്റെ മുകളിലൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടമെല്ലാം ഞാൻ ഇൻസ്റ്റയിലെല്ലാം കണ്ടിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ പറയാമല്ലോ നമ്മളിവിടെയെല്ലാം വന്ന് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. മക്കളെല്ലാം നമ്മൾ അങ്ങ് വരെ നടത്തിച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ഈ ഒരു സാധനമില്ലേ, ഈണിങ് പോലത്തെ സാധനം ഉണ്ട്. നമ്മൾ എല്ലായിടത്തും പൊതിഞ്ഞിട്ടുണ്ടേനും. നമ്മളെ നാട്ടിൽ കുറേ പയലെല്ലാം വെച്ച് കഴിഞ്ഞാൽ വരുന്നില്ലേ, അത് മാത്രമല്ല പിന്നെ നനഞ്ഞെല്ലാം വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു സാധനമില്ലേ, അതാണ്. വീണ്ടും നമ്മൾ യാത്ര തുടർന്ന്. ഇത് ശരിക്കും നമ്മൾ റാസൽ കൈമയിലും ഫുജാറിലും പോകും പോലെ ഉണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ തോന്നും, ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ പോലെ തോന്നും. അങ്ങനെ ഇവിടെ പല ടൈപ്പായിട്ടാണ് ഉള്ളത്. ഒരു ബീച്ചിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ബീച്ച് ഇരുടായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ബീച്ചിലെല്ലാം നടന്ന് ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ബീച്ച് കാണാൻ പകൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇത് കുറേ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേത്തെ ദിവസം കുറച്ച് നേരം നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഐൻ ഹംറാൻ എന്ന് പറയുന്നത്. ഇതൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ തോറ്റു കൊടുക്കൂല, എന്തായാലും എവിടെയെങ്കിലും ഒരു വെള്ളം കണ്ടിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. ഇവിടെ ചെറിയൊരു അരുവി പോലെ ഉണ്ട്, രക്ഷപ്പെട്ട് കുറച്ചെങ്കിലും ഇവിടെ വെള്ളം കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2-3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ തന്നെ നല്ലോണം ഇവിടെ എല്ലാം വെള്ളം ഉണ്ടാവും. അതാണ് ഇവിടെ. ഇതിന് മുന്നേ എല്ലാം നന്നായിട്ട് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ വന്ന ദിവസം ശനി, ഞായർ, തിങ്കൾ, ആ ഒരു ദിവസം ഇവിടെ എനിക്ക് തോന്നുന്നത് മഴ ചെറുതായിട്ടൊന്ന് പാറിയിട്ടാണുള്ളൂ. പിന്നെ നല്ലൊരു കാലാവസ്ഥേനുള്ളത്. ആടെ നിന്ന് നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ടെല്ലാം നല്ലൊരു മല പോലെല്ലാം ഉണ്ടായിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നൊരു സ്ഥലമുണ്ട്, ഐൻ സെഹൽനോത്ത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് വേറെ പണിയില്ലേ, വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഐൻ എന്നുള്ള സ്ഥലത്ത് പോകുന്നതെന്ന്. പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷ കൈവിട്ടാൽ നടക്കൂലല്ലോ. ഇവിടെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നല്ല തെളിഞ്ഞ വെള്ളം. ഈ ഒരു താഴെയും പിന്നെ മേലേന്നും വെള്ളം വരുന്ന ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ മലേൻ്റെ മുകളിലും അരലോ നിൽക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ ഫോട്ടോ എടുക്കുന്നതാണ് പ്രത്യേക രസം തന്നെയാണ്. അവരെടുക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം ഇത് നമ്മളെടുക്കുന്ന ഒരു ഫോട്ടോൻ്റെ ഒരു മോഡലേ ഇല്ല, വേറെ തന്നെ ഒരു ലുക്ക് ഉണ്ട് കാണാൻ. ഞാൻ കുറച്ചേരം നോക്കിയിരുന്നു കുറേ പോസെല്ലാം. പിന്നെ നമ്മളിങ്ങനെ പിന്നെയും പോയി. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ പിന്നെയും നമ്മൾ പച്ചപ്പിലൂടെ തന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. വയനാട്ടിലെ ആ ഒരു ഭാഗത്തോട്ടെല്ലാം പോകുമ്പോലെ ഉണ്ട്. ഇങ്ങനെ നമ്മളെ ചുരയിൽ ഇറങ്ങിയിട്ട് പോകുന്നില്ലേ, അതുപോലെയെല്ലാം തോന്നുന്നുണ്ട് കാണാൻ. അടുത്ത നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഹൂദ് നബീൻ്റെ ഖബറും ഇവിടെയാണുള്ളതെന്ന്. നമ്മൾ അടുത്തേക്കാണ് പോകുന്നത്. ശരിക്കും ഖുർആൻ്റെ ചരിത്രങ്ങളിലൂടെ ഒരു പോലെയാണുള്ളത്. നമ്മൾ ഖുർആനിൽ പറഞ്ഞ നബിമാരെ ഖബറൊന്നും ഇങ്ങോട്ട് ആണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ആ ഒരു നിൽക്കുന്ന സ്ഥലമാണുള്ളത്. ഇവിടെയും നല്ല കോടയും ഒരു മഴച്ചാറ്റലെല്ലാം ഉണ്ട്. കുട്ടികളെല്ലാം കോടയെല്ലാം എടുത്തിട്ടാണ് പോയത്. ഇവിടെ അയ്യൂബ് നബീൻ്റെ മഖബറ കാണാൻ പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. 1 റിയാലിനാണ് നമുക്കിത് കിട്ടിയത്. ഇതിൽ മുന്നേ ഐൻ ജർസീസിൽ അവർ കുറച്ച് കൂടുതലാണ് പറഞ്ഞത്, 5 റിയാലോ 10 റിയാലോ അങ്ങനെയാണ് തോന്നേ. പിന്നെ ഒന്നല്ലല്ലോ മേടിക്കുമ്പോൾ എല്ലാവർക്കും മേടിക്കണ്ടേ. പിന്നെ മോനിക്ക് അമ്മന് മേടിച്ചിട്ടില്ല, അവർ 3 ആൾക്കാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ഇവിടെ കുട നിർബന്ധമാണ്. അത് ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിയൂല. ഇടയ്ക്ക് ചില സ്ഥലത്ത് പോകുമ്പം ഫുള്ള് മൂടിയിട്ടും പിന്നെ ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടാവും. അപ്പോൾ ചെറിയ മക്കൾക്ക് കുടയും പിന്നെ തല മറക്കുന്ന സ്വെറ്ററെല്ലാം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മളതൊന്നും എടുത്തിട്ടില്ല. സലാലാന്ന് കേട്ടപ്പോൾ അപ്പാട് മസ്കത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇങ്ങോട്ടേക്ക് വരെ വിചാരിച്ചതല്ല, നമ്മൾ ഒമാനിൽ വന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് രണ്ടും കൽപ്പിച്ച് വന്നതാണ്. ഇനി രണ്ടാമത് വരുമ്പം ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഡ്രൈവ് ചെയ്യുമ്പം എന്തായാലും 2 ആൾ വേണം. മാറി മാറി ഡ്രൈവ് ചെയ്യുമ്പം ഒറ്റയ്ക്ക് ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പം എന്തായാലും ടയേർഡാവും. അത്രയും ദൂരമുണ്ട്. 10 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ്. ഒരിക്കലും വേറൊരു സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടല്ലേ, വീണ്ടും നമ്മൾ ചൂടത്ത് തന്നെയാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. പക്ഷേ എന്തായാലും നിങ്ങളൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ എങ്ങനെയെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യണം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് കുറേ ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയത്. ഇതൊരു കുഞ്ഞി പാർക്ക് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത്. അവന് ഇത് ഡ്രൈവ് ചെയ്യുന്ന അറിയാം, മുന്നേ അവന് ഇത് ഓടിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പം അവന് വേണം തന്നെയായി. ഇവിടെ ഇതിന് 1 റിയാലാണ്, അതുകൊണ്ട് കുറേ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. 12 റൗണ്ടാന്ന് തോന്നുന്നത്. ഈ വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ 5 റിയാലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് വിചാരിച്ചു.
ഞാനതല്ല വിചാരിക്കുന്നത്. ഇവൻ ഫസ്റ്റ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, ബേക്കിലുള്ള ആൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. വീണ സമയത്ത് ബേക്കിലുള്ള ആളും കൂടിയും പോവില്ലേ, അപ്പോൾ അവർക്കും കൂടി വേണ്ടല്ലേ. രണ്ടാമത് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ 2 സിസ്റ്റേഴ്സും ഉണ്ട്. പിന്നെ പറയും വേണ്ട. ആദ്യം അവൻ ഓടിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പിന്നെ ഒരു ധൈര്യം വന്ന് പിന്നെ ഓക്കെ ആയി കേട്ടാ. അങ്ങനെ അവന് ഹാപ്പിയായി. വണ്ടി മൊത്തം ഫുള്ള് മണ്ണ് പൊതിഞ്ഞിട്ടാണ് ഉള്ളത്. നമ്മൾ യാത്രയൊന്നും ചെയ്തിട്ടില്ല, വേഗം റൂമിലേക്ക് വന്നു. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടേനും 6:30-7 മണിക്ക് അങ്ങനെ ഇറങ്ങിയോണ്ട് നമ്മൾ വേഗം കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ദുബായിലേക്ക് പോകുന്നതാണ്. അതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ആകെ ടയേർഡായിട്ടുണ്ടേനും. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5:30 മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. 16 മണിക്കൂർ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. ഹസ്ബൻഡിന് നല്ല ടെൻഷനുണ്ട്. നമ്മളങ്ങ് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മസ്കത്ത് നിന്ന് സലാലയ്ക്ക് വരുന്നതിനെക്കാട്ടും ഡബിള് ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. മസ്കറ്റിൽ നിന്ന് സലാലയ്ക്ക് 1021 കിലോമീറ്ററാണ്. പക്ഷേങ്കിൽ ദുബായ് അല്ലെങ്കിൽ സലാല ടു ദുബായിലേക്ക് 1220 അല്ലെങ്കിൽ 1230 കിലോമീറ്റർ ഉണ്ട്. അതും ബോർഡറിൻ്റെ അടുത്ത് വരികയെന്ന് തോന്നുന്നത്. നമ്മളിവിടെ അജ്മാലാണ് ഉള്ളത്, അപ്പോൾ അജ്മാലത്തെ കുറച്ചും കൂടിയും കൂടുതലുണ്ടാവും. ഫുള്ള് പച്ചപ്പാണ്. ഇനി ആ ബോർഡറിൽ എത്തുമ്പോഴാണ് നല്ലൊരു മൂടൽ മഞ്ഞ് വരുന്നത്. നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോർഡറുണ്ട് സലാലേൻ്റെ. ആ ബോർഡറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി ടെമ്പറേച്ചറാണ്. നമ്മളിത് സലാല ടൗണിൽ 26-27 ഡിഗ്രിയാണ്. ടോട്ടൽ ഇവിടെ അത്ര തന്നെയാണുള്ളത്. നമ്മളെ ദുബായിൽ 49-50 ഡിഗ്രിയാണ്. പക്ഷേ എത്രയായാലും എനിക്ക് ദുബായ് തന്നെയാണ് വേഗം എത്തിയാൽ മതി എന്നുള്ളത്. കാരണം നമുക്കിവിടെ ഒരു 5-6 അത്ര ഒരാഴ്ച മാക്സിമം എനിക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ നിന്ന് ശീലമില്ലല്ലോ. നമ്മളെ നാട്ടിൽ നിന്ന് വയനാട്ടിലെല്ലാം ടൂറ് പോകില്ലേ, അതുപോലെ നമുക്ക് വയനാട്ടിൽ സ്ഥിരമായിട്ടൊന്നും നിൽക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയാലും നമുക്ക് നാട്ടിലെത്തണ്ടേ, അതുപോലെ എങ്ങനെയെങ്കിലും നമുക്ക് ദുബൈയിൽ എത്തിയാൽ മതി എന്നായി. നല്ല കോടമഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6:30 ടൈം ആയിട്ടുണ്ട്, 6:30 മണിയായിട്ടുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മരുഭൂമിയാണ്, ഒന്നും കഴിക്കാൻ പറ്റൂല. അത്രക്കും ദൂരം യാത്ര ചെയ്തിട്ട് വേണം വേറൊരു റെസ്റ്റോറൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ കണ്ട മരുഭൂമി എത്തുന്നുണ്ട്. ചെറിയ ചെറിയ പാറക്കെട്ടുകളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. ആ പച്ചപ്പെല്ലാം പോയി. ഇനി ഫുള്ള് ഇത് കുറേ ദൂരം ഇത് തന്നെയാണ്. ഇപ്പം 20 ഡിഗ്രിയാണ്. ഇത് കഴിഞ്ഞ് ഇനി ദൂരം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടി വരും, അതായത് ചൂട് കൂടുതലായി വരുന്നു. ഈ ബോർഡർ കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അനുഭവപ്പെടും. ഇനി നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കുറേ ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാരോട് നമ്മളിത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സലാല, പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ദോഫാർ. പിന്നെ ആ ഒരു വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് നിന്ന് ചോദിച്ചപ്പോൾ സലാല എന്ന് പറഞ്ഞത്. പിന്നെയും നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ അത്തി എന്നുള്ളൊരു സ്ഥലം പറഞ്ഞത്. ഒരു ടൂർ ഗൈഡ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ സ്ഥലങ്ങളെല്ലാം പോയത്. ഇനിയും കുറേ വെള്ളച്ചാട്ടങ്ങളും കാണാനുണ്ട്. ഇനി ഇതൊന്നും പോരാ, കുറേ ഒരാഴ്ചയെങ്കിലും നമ്മളിവിടെ നിന്നാലേ നമുക്കതെല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു റൈറ്റ് സൈഡിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ചുറ്റി മലയാളി റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്, കാരണം രാവിലത്തെ ആണെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടിയും മുന്നോട്ട് പോയിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയില്ലേ, അതുപോലെയാണ്. നല്ല അടിപൊളി മസാല ദോശയാണ് കഴിച്ചത്. അതിൻ്റെ ചട്നിയും സൂപ്പറാണ്. ഞാൻ മസാല ദോശയും ഹസ്ബൻഡ് ഉപ്മാവും, മോള് ഇഡ്ഡലി, പിന്നെ മോന് പൊറാട്ട, അങ്ങനെയെല്ലാം ആയിട്ടാണ് വാങ്ങിയത്. പക്ഷേങ്കിൽ ഞാൻ വാങ്ങിയ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കഴിച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമ്മളെ നാട്ടുകാർ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് തോന്നും. അതുപോലത്തെ ഒരു ടേസ്റ്റാണുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അങ്ങനെ വയറ് നിറച്ച് ഹാപ്പി ആയിട്ട് കഴിച്ചു. ഹസ്ബൻഡിന് ചായയും കിട്ടി. ഇവിടെ ഈ ഒമാനിലെല്ലാം ചായ കിട്ടാൻ പാടാണ്. നമ്മളെ നല്ല ചായയല്ലേ, പാൽ ചായ. ഇവിടെ ലൈഫ് ലോങ്
പാൽ കൊണ്ടാണ് തോന്നുന്നു ചായ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് ഇവിടെ പെട്രോൾ പമ്പ് എത്തണമെങ്കിൽ 2.5 മണിക്കൂർ കഴിയണം. അതുപോലെ ഹോട്ടൽ കിട്ടണമെങ്കിലും ഇനി ഉറപ്പാണ് നമ്മൾ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ച കയ്യോ നോക്കുമ്പോൾ നമുക്കിനി ഫുഡെല്ലാം കിട്ടുള്ളൂ. ഇനി ഫുള്ള് മരുഭൂമിയായിരിക്കും. നമ്മളിനി ഇത് വേറെ കണ്ടിട്ടില്ലല്ലോ. പോകുന്ന വഴിക്ക് നല്ല പൊടിക്കാറ്റും ഉണ്ട്. മരുഭൂമിയിൽ നിന്ന് മണലുകൾ റോഡുമലേക്ക് ഇങ്ങനെ വീണ് കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോളെല്ലാം മസ്കറ്റിൽ തന്നെ ഹസ്ബൻഡ് അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വണ്ടീൻ്റെ എയറും വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പോകുമ്പോഴും എല്ലാം ഒന്ന് കറക്റ്റായതിന് ശേഷമാണ് നമ്മൾ യാത്ര പുറപ്പെടേണ്ടത്. ഉച്ചയ്ക്ക് 2.5 മണിക്കാണ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കുന്നത്. ഈ ഒരു അത്തീക്ക എന്നുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് മലയാളീസിൻ്റെതാണ്. ഒരു കൊല്ലമായി തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട്. ഇവിടെ നോക്കുമ്പോൾ മലയാളീസ് ഉണ്ട്. നമ്മൾ പരിചയപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുകയെല്ലാം ചെയ്ത് നമുക്ക് നാടൻ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി നാടൻ ചോറ് കഴിക്കാത്തത്. അപ്പം നാടൻ ചോറ് കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. നമ്മളെ നാട്ടിലത്തെ ചോറല്ല, ഇത് മട്ടരിയാണ്. പക്ഷേങ്കിൽ അതൊന്നും കുഴപ്പമില്ല. ഞാനിത് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നല്ല ടൈറ്റുള്ള നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മീൻ വരട്ടിയില്ലേ, മീൻ മുളകിട്ടെന്ന് പറയും, അതും അതുപോലെ വെണ്ടക്ക മേക്ക് വരട്ടിയതോ വെണ്ടക്ക, അതും നല്ല സ്പൈസി ആയിട്ടുണ്ട്. സാമ്പാർ, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, കാബേജ് വറവുണ്ട്, പിന്നെ ലെമൺ അച്ചാറും ഉണ്ട്. ഞാനാണ് ഇത് ഓർഡർ ചെയ്തത്. അവന് ഇത് കണ്ടപ്പോൾ അവനക്ക് വേണമെന്നായി. ഹസ്ബൻഡ് മട്ടൻ മജ്ബൂസ് അങ്ങനെ എന്തോനാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അതും നമ്മളെ മലയാളീസിൻ്റെ. ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഉവൈഫിയ എന്നുള്ള സ്ഥലത്താണ്. അതായത് ഇബിരിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സെലാല വഴി ഇബിരി പിന്നെ അല്ലയിൽ വഴിയാണ് നമ്മൾ അജ്മാലിലേക്ക് പോകുന്നത്. കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് പിന്നെ ഞാൻ പറയുന്നില്ല നമ്മൾ അല്ലയിൽ എത്തിയിട്ടുണ്ട്. ഒമാൻ ബോർഡറിൽ നിന്ന് വണ്ടിയും നമ്മളെല്ലാം സ്കാൻ ചെയ്ത് പരിശോധിക്കുകയെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അവിടെ അല്ലയിലും ചെക്കിങ്ങും കാര്യങ്ങളിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് എത്തിയത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.